ഞാനൊക്കെ പൊട്ടിച്ചോണ്ട അതൊക്കെ പൊട്ടിച്ചോണ്ടട്ടെ കൈക്കിണിപ്പിട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ നല്ല ചാമ്പക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് റെഡി ആയിക്കോട്ടെ. എന്തൊക്കെയുണ്ട്? കൈക്കിണേപ്പിൻ്റെ ആ പിന്നെ പിന്നെ ഉൾക്കേണ്ടത് ഇതാണ്. പിന്നെ തുളസി നമ്മളോട് കുറേ തള്ളിയിട്ട് കുറച്ചുണ്ട് കാച്ചി പിന്നെ കാച്ചിട്ട് പിന്നെ കാച്ചിട്ട് തന്നെ ഇതേക്കാരെ എന്ത് കാർച്ചൂരി. ഞാനൊക്കെ പൊട്ടിച്ചോണ്ട അതൊക്കെ പൊട്ടിച്ചോണ്ടട്ടെ. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ എടുത്താൽ മതി. ഇനി കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാം. അപ്പം അമ്മ പറഞ്ഞതിൽ കൈക്കിണിയേപ്പിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. കൈക്കിണിയേപ്പിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുളസി അവിടെ തന്നെ ഉണ്ട്. തുളസി ഇപ്പം മഴ പെയ്തിട്ട് നല്ല തളിർത്തുണ്ടായി കേട്ടോ. കഴിഞ്ഞ വേനലിൽ ഉണ്ടാക്കിയപ്പോൾ 2 ഇല കിട്ടാൻ പെട്ട പാട്. അപ്പം തുളസി റെഡി. ചെമ്പരത്തി അവിടെയാണ് കേട്ടോ. അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരും. അയ്യോ ഇല്ല, അവരെ എപ്പോൾ ചോദിച്ചാലും അവർ പൊട്ടിച്ചോളാൻ പറയും. അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. കൂട്ടത്തിൽ നല്ല ചാമ്പക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണോ? സാധനം നോക്കുമ്പോൾ നോക്കണം കേട്ടോ. കണ്ണിൽ കായ കിട്ടിയാലേ ഇടുന്ന ചാമ്പക്കം ചതക്കണ്ടേ? തുളസി പൊട്ടിക്കാൻ കുട്ടികളൊന്നുമില്ലേ? അതിന് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ പാടില്ലാന്നോ? ഉണ്ടല്ലോ അങ്ങനെ കേടായിട്ട്. മുട്ട് വേണോ? മുട്ട് വേണോ? ഇല്ലല്ല, തളിർത്തിക്കാണ് മഴ പെയ്തിട്ട്. മുളക് അരക്കണേണ് കടികളുള്ള നേരം ഇവിടെ ഇങ്ങനെ തട്ടുമ്പോൾ വെക്കത്തെ. അർജന്റീന ജയിച്ചോ? പിന്നെ മെസ്സി ഫ്രീക്ക് അടിച്ച് കയറ്റി. അവിടെ ഉണ്ടാവും പോയിക്കോ. കറിയുണ്ട്. അതെയോ അതെയോ? മതി. ഇനി കച്ചപ്പ കച്ച കുറേ ഇതിടുക. കേട്ടോ. മരുന്നാ കഴിച്ചിനേക്കും തുളസി മരുന്നാ എന്താ കറക്കിട്ട്. അതെ, അതതിനുള്ളിലത്തെ കുരുവല്ലേ? അതതിനുള്ളിലത്തെ കുരുവല്ലേ? കുരുവല്ലേ? ഇനി എന്തൊക്കെയുണ്ട്? അന്ന് ചെറുപയർ പൊടിച്ചില്ല, അത് കൊണ്ട് വേണോ? ചെറുപയറല്ല, ചെറുപയർ അന്ന് പൊടിച്ചതാണേ. അന്ന് നമ്മൾ പൊടിച്ചില്ലേ? പൊടിച്ചിരുന്നു. വേണ്ട, ഇനി വേണേ വാങ്ങിയിട്ടില്ല കേട്ടോ.
കരി അതുണ്ടോ കരിഞ്ചീരകോ? ഉലുവ ഉലുവ പൊടിച്ചതില്ല ഇങ്ങോട്ടിറക്കണോ? പൊടിക്കാട്ടിറക്കണോ? കുടിക്കണിപ്പം മറക്കണ്ടേ? ആ അല്ല പൊടിയിലോ വറുത്തിട്ട് ചേർന്ന് അതൊക്കെ മാങ്ങിയിട്ടാൽ മതി. കരി കരച്ച് വെച്ചാൽ ഇനിയിപ്പോൾ എന്താണ് കൂട്ടാം? മീനുണ്ട്. ഉണ്ടോ? എന്താ മത്തിയാ? ഇതായോ? മതിയോ? സീരിയസ് നല്ല സീരിയസ് മരുന്നൊക്കെ ഉണ്ട്. ഒന്നും കൂടി നോക്കട്ടെ. ആയോ? ഞാൻ ഇന്ന് മൂത്തോളം ആയോ? ഞാൻ ചൂടാറിക്കോട്ടെ. ഞാൻ പാത്രത്തിലാക്കട്ടെ. ശരിയാണില്ല വെള്ളം തരണം. എത്ര ഇടണ്ട്? മതിയോ? എന്തെങ്കിലും കൊണ്ടാണോ ആവശ്യമുണ്ടാകും. അച്ചാറിടുമ്പോഴൊക്കെ ആ ഇത് ഞാൻ ഉണക്കമുളക് കഴുകിയിട്ട് ഉണക്കും. ഈ ഇപ്പോൾ വലിയ വെയിലില്ലാത്ത കാരണം മുഴുവൻ ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചോറൊക്കെ വെന്തിട്ട് അടുപ്പൊക്കെ ഒഴിയൂലേ, അപ്പം ഇങ്ങനത്തെ ഉരുളിയോ വലിയ വട്ടപ്പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ കഴുകിയ മുളക് ഇതിക്കിടാം. അപ്പോൾ അതിങ്ങനെ ഉണങ്ങി മുരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പരുവെത്തുമ്പോൾ അത് ഞാനിങ്ങനെ 2-3 ദിവസം അങ്ങനെ അടുപ്പൊഴിയുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഉണക്കമുളക്. എന്നിട്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുക, ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായി കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളിത് ചോറൊക്കെ വെന്തിട്ട് അടുപ്പൊഴിയുമ്പോൾ പിന്നെ ആ പാത്രം വെക്കുക. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടിൽ പിന്നെ കത്തിക്കൊന്നും വേണ്ട, ആ അടുപ്പിൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് അതിനൊന്നും കൂടി ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മളെ ചില്ലി ഫ്ലേക്സ് റെഡി ആയി കിട്ടും. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വറുക്കിയായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ ഇതിങ്ങനെ ജനലും ഗ്രില്ലൊക്കെ ഉള്ള ഈ വർക്കിയതൊക്കെ ഞാൻ അത് കൊടുന്ന് വറുക്കണം. എൻ്റെ ആ അടുക്കളയിൽ ഇട്ട് വറുത്താൽ വീട് ഒന്നിച്ചിട്ട് ഇതിൻ്റെ ഒരു കാറലുണ്ടല്ലോ അത് പരക്കൂട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാവും കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എക്സോസ്റ്റ് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വറുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്തതിലേക്ക് ഒഴിഞ്ഞിട്ട് ഉണ്ടോ എല്ലാം കാറിൽ ഇപ്പം തന്നെ ഇവിടെ തന്നെ എനിക്കുണ്ട്. നമ്മൾ മുഖമൊക്കെ നീറും. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ ഇത് ഫ്രിഡ്ജിക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇത് കേടുവരാതെ ഇങ്ങനെ ഇരിക്കും. നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും കടുക് വറുക്കുമ്പോഴും ഒക്കെ ഇതിക്ക് കുറച്ച് ഉപ്പും മുളകും ഒരു പുളിങ്ങ ഇട്ട് ഇങ്ങോട്ട് ഞരടി എടുത്താൽ തന്നെ തട്ടിക്കുട്ടി ചമ്മന്തി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് തീരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും.